ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ ആയാലും നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുകയൊക്കെ ഇച്ചിരി മടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ച് ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു ഓണം വ്ളോഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിൽ ഓണപ്പരിപാടിയാണ്. അപ്പം ഇന്നിപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ വൈകിട്ട് എനിക്ക് വേറെ കുറേ പരിപാടിയുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ചേർത്തൊരു ചെറിയ വ്ളോഗ് ആക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഓണം ഔട്ട്ഫിറ്റ് ആവണം. അപ്പോൾ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇന്നലത്തെ അത്തപ്പൂ ഇടുന്ന പരിപാടികളൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ. അത്തപ്പൂ ഇടുന്നതൊക്കെ കണ്ടില്ലേ? അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഓണത്തിന് ഇടുന്ന ഡ്രസ്സ്. എങ്ങനെയുണ്ട്? ബ്ലാക്ക് ഷർട്ടും പിന്നെ ബ്ലാക്ക് കരയുള്ള ഒരു മുണ്ടും. പക്ഷെ ഞാനിപ്പോൾ ഓൾറെഡി ലേറ്റായി. 8:30 എത്തണമെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പം ഞാൻ നേരെ പോട്ടെ. ഒമ്പത് മണി. ഞാൻ ജയിച്ചും ബ്ലാക്കും ഉണ്ടോ? ബ്ലാക്ക് അനീഷും ബ്ലാക്ക് ആയിരുന്നു. ഞാൻ പറയും ബ്ലാക്ക് ഇട്ടോണ്ട് വരില്ലായിരുന്നു. കാരണം വെച്ച് നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ എന്തിനാ ബ്ലാക്ക് ഇട്ടോണ്ട്? പിന്നെ ഓണത്തിനാണ് ബ്ലാക്ക് ഒക്കെ ഇടേണ്ടത്. ടോമിച്ചേട്ടൻ ഒരു ഹായ് പറ. നമ്മൾ ഓണത്തിന്റെ ഫുഡ് ഫുള്ള് ഇവിടെ തന്നെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കിംഗ് ഒക്കെ എന്തായാലും നോക്കാൻ പോകുന്നു. എനിക്ക് പേരൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇതാണ് ഓലൻ. ആദ്യം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തോ പോരട്ടെ. ഇത് ഓലൻ, ഇത് കൂട്ടുകറി. അങ്ങനെ വേറെ എന്തൊക്കെയാ കറി? ഇത് മറ്റേ കിച്ചടി, സാമ്പാർ 2 സെറ്റാ. ഇല്ല, ഇത് മതി. അത് വെന്തുമായിരുന്നു. പുളിശ്ശേരി, പിക്കിൾ കാണിച്ചേണേ. പിക്കിൾ ഇത് മറ്റേ പച്ചടി, മധുരപ്പച്ചടി, തോരൻ. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ? ദിസ് ഈസ് പരിപ്പ്, ദിസ് ഈസ് സാമ്പാർ. സാമ്പാറാണ് കാണിച്ചത്. ബീട്രൂട്ട് പച്ചടി. ഈ അരി വെച്ചത് ഞാൻ കണ്ടതാ. എന്നിട്ട് ഞാൻ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരി കഴുകി ഇട്ട്. ഓക്കെ, നിങ്ങളെല്ലാം പരിചയപ്പെടുത്ത. ഇതാണ് നിമ്മി ചേച്ചി. പിന്നെ ഇത് നിമ്മി ചേച്ചി. ഇത് അനീഷ് ചേച്ചി. ഇതാണ് നമ്മുടെ ടീച്ചർ. എല്ലാവർക്കും നാണമാണ്. എല്ലാവർക്കും നമ്മളെ കുറച്ച് ബാക്കി ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. തുറന്നാ പിന്നെയും പുതിയ ആൾക്കാർ. ഇതാണ് രാകേഷ് ചേട്ടൻ, ഇതാണ് അനുരാജ് ചേട്ടൻ. രാജേട്ടനൊക്കെ നേരത്തെ കാണിച്ചായിരുന്നു. ഈ പേര് പറഞ്ഞില്ല ആരുടെയും. ഇത് വിമൽ സാർ, ഇത് രാജേട്ടൻ. എനിക്ക് പറഞ്ഞിട്ട് അടുത്ത ആൾക്കാരെത്തി. ഇതാണ് അനീഷ് ചേട്ടൻ. വ്ളോഗാ. ഇതാണ് രഞ്ജിത്ത് ചേട്ടൻ. ഒരു ഹായ് പറ. ഇതാണ് പ്രതീഷ് ചേട്ടൻ. എല്ലാരും വന്നു തുടങ്ങി. തിരുവാതിര കളിക്കുന്നത് സ്റ്റാർട്ട്. വന്നല്ലോ മുറ്റത്ത് മാവേലി. പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യക്കട്ടെ പായസം കുറ്റ. വാശിയേറിയ കസേരകളിക്കുള്ള സെറ്റ് ആയിക്കൊണ്ടിരിക്കുക മൊത്തം.
ജയിക്കാൻ പോകുന്ന ആരാന്നറിയാം? മനോജ് ചേട്ടൻ. ദിസ് മാൻ. മനോജ് ചേട്ടൻ ഔട്ടായിരിക്കാണ് ഗൈസ്. രഞ്ജിത്തേട്ടൻ കൊണ്ടു. രഞ്ജിത്ത് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ലെമൺ ആൻഡ് സ്പൂൺ. നമ്മളോട് ആനന്ദേട്ടൻ ജോയിൻ ചെയ്തു. സ്റ്റാർട്ട്. വാശിയേറിയ റേസ്. രജിസ്റ്റേർഡ് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടല്ലോ, സത്യം പറ. ഇന്നലെ രാത്രി ഇത് പ്രാക്ടീസ് ചെയ്യരുത്. അങ്ങനെ എല്ലാ ടൂർണമെന്റിന്റെയും ഫസ്റ്റ് സെക്കൻഡോടുള്ള ലാസ്റ്റ് ബാച്ച് മത്സരം. ഇതിനകത്ത് ജയിക്കുന്ന ആൾക്ക് സമ്മാനം തന്നെ. രചിട്ട് പോയി. ഓട്ടം. കളി പറഞ്ഞ സൂചിയും നൂലും. ഇത് നടന്നോണ്ട് കോർത്ത് അവിടെ ഇത് കോർത്തോണ്ട് നടക്കണം. തിരിച്ചു വരണം. തിരിച്ചു വരണ്ട, അവിടെ വന്നാ മതി. കോർത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോകാം കേട്ടോ. ഇത് ഇതിന്റെ വിന്നർ ഇപ്പോഴേ പ്രഖ്യാപിച്ചു ഞാൻ തന്നെ. ഞാൻ അല്ലേ അനുസരിക്കുന്നു തോന്നുന്നു. സൂചി കളയരുത് ആരും. അതെന്താ ജയിക്കോ? ഇതിന് എന്റെ സൂചിയിൽ കോർക്കാൻ വരും. ചേട്ടാ ഇതിൽ ജയിക്കോ? പ്രതീക്ഷേട്ടാ ജയിക്കോ ഇതിനകത്ത്? ഷുവറായിട്ട് ജയിക്കുന്നത്. എന്ത് തോന്നുന്നു? ഷുവർ. അങ്ങനെ വാശിയേറിയ മത്സരം തുടങ്ങാൻ പോണ്. ഓടൊന്നും ചെയ്യട്ടെ, ഇത് കോർക്കാതെ അവിടെ എത്തിയിട്ട് കാര്യമില്ല. പ്രതീക്ഷേട്ടൻ സെക്കൻഡ് ആനന്ദേട്ടൻ. കഴിയൊന്ന് ഇന്ന് കഴിയോ? ഇങ്ങനെയൊന്നും അല്ലടാ. പിന്നെ ഫസ്റ്റ് അടിച്ചോണ്ടിരിക്കും. കരാന്ന് പറയുമ്പോ പുറമോട്ട്. സിമ്പിൾ സിമ്പിൾ ഗെയിം. സിമ്പിൾ ഗെയിം അല്ല, സിമ്പിൾ. ഒറ്റ ബാച്ചിൽ എല്ലാരും കൂടെ ഔട്ടായി. ലാസ്റ്റ് ഉള്ളവരാ. ചാടില്ല. വിജയ്. ഇവിടെ വിചിത്രമായിട്ടുള്ള എന്തോ ഒരു കളി സെറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താ കളി? എന്താ ഇതെറിഞ്ഞാണോ? ഇത് അവിടുന്നാ? ഈ ചെറിയ സാധനം ഇതാ അവിടുന്ന് എറിഞ്ഞിടണം. അൻവറിക്കാൻ പറ്റുമോ? എന്തു പറയാൻ? ജയിക്കോ അൻവറിക്ക? അത് ട്രയൽ നോക്കാം. ഫസ്റ്റ് എറിയിലൊക്കെ കില്ലാടി ജയിച്ച് കളി കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. Ready? 1, 2, 3. Bala.
1, 2, 3. അപ്പോൾ നമ്മുടെ ഓണപ്പരിപാടിയുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ സദ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ സദ്യയ്ക്ക് വേണ്ട ചോറും കറിയും എല്ലാം എടുത്തു വെച്ചോണ്ടിരിക്കുക നമ്മൾ. ഓക്കെ സെറ്റ്. മതി മതി മതി. അതെന്തത് പരിപ്പ്. അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞ് ഞാൻ സദ്യ വിളമ്പാൻ കൂടി. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഓണപ്പരിപാടി ഫുള്ള് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. സോ നമ്മുടെ ഓണപ്പരിപാടി തീർന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പക്ഷേ ഇനി കുറച്ചുകൂടെ സീൻസ് വരും. കാര്യം ഞാനിനി പാലായ്ക്ക് പോകും. എനിക്ക് അവിടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സീൻസ് ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. സോ ഞാൻ പാലായ്ക്ക് പോകാനുള്ള മെയിൻ കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ അതും ഒന്ന് കൂടണം. പിന്നെ കുറേ നാളിന് ശേഷം കൂട്ടുകാരൊക്കെ ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ അവരുമായിട്ടൊക്കെ ഒന്ന് കൂടി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയത്. ആ എല്ലാം കിട്ടുന്നുണ്ട്. അതും കിട്ടിയിട്ടുണ്ട്. അതും കിട്ടിയിട്ടുണ്ട്.